ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സംസാരിക്കാൻ നമുക്ക് സെന്റൻസസ് അറിയണമല്ലേ? എന്നാൽ കുറച്ച് സെന്റൻസസ് പഠിച്ചാലോ? ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് സെന്റൻസസ്. ഈ വീഡിയോ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കുറച്ച് സെന്റൻസസിനെ കുറിച്ചാണ്. നോക്കാം. ആരെങ്കിലും നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാലോ? നിനക്ക് സുഖമാണോ അല്ലേ? നമ്മൾ പറയും ആം ഫൈൻ. എനിക്ക് സുഖമാണ് അല്ലേ? ഐ ആം ഫൈൻ. ഇങ്ങനെ മാത്രമാണോ നമുക്ക് പറയാൻ സാധിക്കുക? ഈ ഒരു രീതിയിലല്ലാതെ പല രീതിയിൽ നമുക്ക് പറയാം. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആം ഗ്രേറ്റ് എന്ന് പറയാം. ആം ഗ്രേറ്റ്. അതുപോലെ തന്നെ ആം ഡൂയിങ് വെൽ. ആം ഡൂയിങ് വെൽ എന്നുകൂടി പറയാം. ആം ഡൂയിങ് വെൽ. അതുപോലെ തന്നെ ഐ ആം ഓൾ റൈറ്റ്. ഐ ആം ഓക്കെ. കുറച്ചുകൂടി നന്നായി പറയാം. ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. ഐ ആം ഫീലിംഗ് ഗുഡ്. ഐ ആം ഫീലിംഗ് ഗുഡ്. ഐ ആം ഹാപ്പി ടുഡേ. ഐ ആം ഹാപ്പി ടുഡേ. അപ്പോൾ ഐ ആം ഫൈൻ എന്നതിന് പകരം നമ്മൾ ഒരുപാട് പഠിച്ചല്ലേ? ഒരു സെന്റൻസ് തന്നെ ഒരേ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ഐ ആം ഫൈൻ എന്നതിന് പകരം ഐ ആം ഗ്രേറ്റ് എന്ന് പറയാം. ഐ ആം ഡൂയിങ് വെൽ എന്ന് പറയാം. ഐ ആം ഓൾ റൈറ്റ്. ഐ ആം ഓക്കെ. ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ. ഐ ആം ഫീലിംഗ് ഗുഡ്. ഐ ആം ഹാപ്പി ടുഡേ. ഇങ്ങനെ മാത്രമല്ല, ഇനി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമൽ ആയിട്ടാണെങ്കിലോ ഓൾ ഗുഡ്, പ്രെറ്റി ഗുഡ്, ഡൂയിങ് ഗ്രേറ്റ് എന്നെല്ലാം പറയാം. ഇനി നോക്കിയേ, പിന്നീട് കാണാം. പിന്നീട് കാണാം എന്നതിന് നമുക്ക് സീ യു ലേറ്റർ എന്ന് പറയാം. സീ യു ലേറ്റർ. അപ്പോ നാളെ കാണാം എന്നാണെങ്കിലോ സീ യു ടുമോറോ. സീ യു ടുമോറോ. സീ യു ടുമോറോ. അപ്പോ വീണ്ടും കാണാം എന്നാണെങ്കിലോ വീണ്ടും കാണാം. സീ യു അഗെയിൻ. സീ യു അഗെയിൻ. വീണ്ടും കാണാം. അടുത്ത തവണ കാണാം. അടുത്ത തവണ കാണാം എന്നതിന് സീ യു നെക്സ്റ്റ് ടൈം. സീ യു നെക്സ്റ്റ് ടൈം. അടുത്ത തവണ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ. until we meet again. until we meet again. until we meet again. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാഷ്വൽ ടോണിലാണെങ്കിലോ till we meet again. till we meet again. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. I am hungry. I am hungry. എനിക്ക് വിശക്കുന്നു. I am hungry. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. I need something. I need something to eat. I need something to eat. നമുക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഹാവ് ഫുഡ്. അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് സം ഫുഡ്. നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം. ലെറ്റ്സ് ഹാവ് ഫുഡ്. എനിക്ക് ദാഹിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നതിന് നമുക്ക് ഐ ആം തേഴ്സ്റ്റി എന്ന് പറയാം. ഐ ആം തേഴ്സ്റ്റി. എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ നീഡ് സം വാട്ടർ. ഐ നീഡ് സം വാട്ടർ. അതല്ല, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നാണെങ്കിലോ ഐ നീഡ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അതുപോലെ തന്നെ
എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ എന്നാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുമോ? അപ്പൊ നമുക്ക് പറയാം ക്യാൻ ഐ ഹാവ് a glass of water. Can I have a glass of water? പല രീതിയിൽ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പല തരത്തിൽ നമുക്ക് സെന്റൻസസ് പറയാം ഒരേ കാര്യത്തിന് തന്നെ. വളരെ എളുപ്പമായിട്ടുള്ള സെന്റൻസസ് ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അടുത്തത് നോക്കാം. ഞാൻ നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങളെ സഹായിക്കും. I will help you. I will help you. ഞാൻ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? I can help you. I can help you. അപ്പോ ഞാൻ നിങ്ങളെ സഹായിക്കും, I will help you. ഞാൻ നിങ്ങളെ സഹായിക്കാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നൊക്കെ പറയാനാണെങ്കിൽ I can help you. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെന്റൻസസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാകാവുന്നതാണ്. നമ്മൾ ഒരുപോലത്തെ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും ഒരുപാട് രീതിയിൽ അതേ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ എനിക്ക് എളുപ്പമാണെന്ന് തോന്നിയ കുറച്ച് സെന്റൻസസ് മാത്രമാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മലയാളത്തിൽ പറയുമ്പോൾ ചില സമയത്ത് നമ്മളുടെ ലോക്കൽ സ്ലാങ് അതിലേക്ക് കയറി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.